ഗൾഫ് ടുഡേ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഒമാനിൽ വൻ ജ്വല്ലറി കവർച്ച. ജ്വല്ലറി കുത്തി തുറന്ന് 23 കോടിയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സംഭവത്തിൽ ടൂറിസ്റ്റ് വിസയിലെത്തിയ 2 യൂറോപ്യൻ വിനോദസഞ്ചാരികൾ അറസ്റ്റിലായി. മസ്കറ്റ് ഗവർണറേറ്റിൽ അൽ ഖുബ്ര പ്രദേശത്തെ ജ്വല്ലറിയിലെ കവർച്ചയുടെ ദൃശ്യങ്ങളാണിത്. ജ്വല്ലറിക്ക് സമീപം മുറിയെടുത്തായിരുന്നു കവർച്ച. ചുമര് തുരന്ന് അകത്തുകയറിയാണ് ആഭരണങ്ങൾ കവർന്നത്. 1 മില്യൺ ഒമാനി റിയാലോളം വരുന്ന ആഭരണവും പണവുമാണ് കവർച്ച നടത്തിയത്. അതായത് 23 കോടിയോളം രൂപ വില വരും. സ്വർണ്ണമൊളിപ്പിച്ച് നാട്ടിലേക്ക് കടക്കാനായിരുന്നു ടൂറിസ്റ്റ് വിസയിലെത്തിയ യൂറോപ്യൻ വിനോദസഞ്ചാരികളുടെ പദ്ധതി. കൃത്യമായ അന്വേഷണത്തിനും ട്രാക്കിങ്ങിനുമൊടുവിൽ റോയൽ ഒമാൻ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. സിഫ പ്രദേശത്തെ കടൽ തീരത്തൊളിപ്പിച്ചിരുന്ന മോഷ്ടിച്ച ആഭരണങ്ങൾ കണ്ടെടുത്തു. വാടകയ്ക്കെടുത്ത ബോട്ടിലാണ് മോഷ്ടിച്ച ആഭരണങ്ങൾ ബീച്ചിലെത്തിച്ചത്. 24 മസ്കറ്റ്. ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ദോഹ ഷെറാട്ടൺ വരെയുള്ള മേഖലയിൽ എല്ലാ നാവിക പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക വിലക്കേർപ്പെടുത്തി. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നിയന്ത്രണം. വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, ജെറ്റ് സ്കീസുകൾ, കപ്പൽ ബോട്ട് യാത്രകൾ ഉൾപ്പെടെയാണ് നിരോധിച്ചത്. നാളെ രാവിലെ 6 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെ വിലക്ക് തുടരുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണത്തിൽ മരണം 16ആയി. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത മതവിശ്വാസികളുടെ ആഘോഷങ്ങൾക്കിടെയാണ് ആക്രമണമുണ്ടായത്. ഓസ്ട്രേലിയയിൽ നിന്ന് സുരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഈ അടുത്ത കാലത്ത് ജൂത സമൂഹത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് 16 പേർ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 16 പേരിൽ ഒരാൾ അക്രമി തന്നെയാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്രമികളിൽ ഒരാളെ പോലീസ് ഓഫീസേഴ്സ് വെടിവെച്ച് കൊലപ്പെടുത്തി. അദ്ദേഹം 50 വയസ്സുള്ള പാകിസ്ഥാൻ വംശജനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നവീദ് അക്രം എന്നു പേരുള്ള 24 വയസ്സുള്ള ഒരു അക്രമി പോലീസ് കസ്റ്റഡിയിലാണ്. ഈ 16 പേരിൽ ഒരു പോലീസ് ഓഫീസറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സിഡ്നിക്കടുത്തുള്ള ബോണ്ടായി ബീച്ചിൽ വെച്ചിട്ട് ജൂത സമൂഹത്തിന്റെ ഒരു വിശ്വാസ ചടങ്ങിനിടെ ഈ അക്രമികൾ യാതൊരു പ്രകോപനവും കൂടാതെ വെടി ഉതിർക്കുകയായിരുന്നു. തുടർന്ന് വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും ഈ അക്രമികൾക്കെതിരെ തിരിച്ച് വെടി ഉതിർക്കുകയും ചെയ്തു. അതേസമയം ഈ ആക്രമണത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ശക്തമായി അപലപിച്ചു. ഇത് രാജ്യത്തെ ജൂത സമൂഹത്തിന് നേരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം ഇരുണ്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ആക്രമണത്തെ തുടർന്ന് ബോണ്ടായി ബീച്ചും സമീപ പ്രദേശങ്ങളും കനത്ത പോലീസ് ബന്ദോബസ്തിലാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സുരാജ് സെബാസ്റ്റ്യൻ, 24. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാനിലെത്തി. ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജോർദാൻ സന്ദർശനം. 4 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടമാണ് മോദി ജോർദാനിലെത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രി എത്യോപ്യയിലേക്കും ഒമാനിലേക്കും പോകും. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് കുറിച്ച് സ്വർണ്ണവില ലക്ഷത്തിന് തൊട്ടടുത്തെത്തി. രാവിലെ പവന് 600 രൂപയും ഉച്ചയ്ക്ക് 480 രൂപയും കൂടിയതോടെ ഇന്ന് ഒരു പവന് കൂടിയത് 1080 രൂപയാണ്. 99,280 രൂപയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പവൻ സ്വർണത്തിന്റെ വില. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിലാണ് ഇന്ന് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സാധ്യമാകാത്തതും ഇന്ത്യൻ കയറ്റുമതി തിരിച്ചടി നേരിടുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നതുമൊക്കെ വിപണികളിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇറക്കുമതിക്കാർ ഡോളർ വാങ്ങിക്കൂട്ടുന്നത് രൂപയ്ക്ക് തിരിച്ചടിയായി. ഡോളറിനെതിരെ 0.3% ഇടിഞ്ഞ് 90 രൂപ 73 പൈസയിലാണ് രൂപയെന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനമാണ് രൂപ കുറച്ചു നാളുകളായി കാഴ്ചവെക്കുന്നത്. ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് 6.03% ഇടിവാണ്. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നത് സ്വർണ്ണവില കുതിപ്പിന് കാരണമായി. പവന് 600 രൂപ കൂടി 98,800 രൂപയിലാണ് രാവിലെ സ്വർണ്ണ വ്യാപാരം നടന്നതെങ്കിൽ ഉച്ചയായപ്പോഴേക്കും അത് 480 രൂപ കൂടി ഉയർന്ന്
രൂപയെന്ന സർവ്വകാല റെക്കോർഡിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,330 ഉയർന്നു. ആഗോള ആഭ്യന്തര വെല്ലുവിളികളെ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണികളും ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബിസിനസ് ഡെസ്ക് 24. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദയിലെ അസീസ് മാളിലാണ് വിപുലമായ ഷോറൂം. 15-ലേറെ സ്റ്റോറുകൾ സൗദിയിൽ ഉടൻ തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ജിദ്ദയിലെ പ്രിൻസ് മാജിദ് അഥവാ സബയൻ റോഡിലെ സിനോമി അസീസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. സൗദി അറേബ്യയിലെ 72ാമത്തെയും GCCയിലെ 267ാമത്തെയും സ്റ്റോറാണിത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ജിദ്ദയിലെ UAE കോൺസൽ ജനറൽ നാസർ ഹുബൈദാൻ തൈബാൻ അലി അൽ കത്തിബി, ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, ഫിലിപ്പീൻസ് കോൺസൽ ജനറൽ റൊമേൽ എ റൊമാറ്റോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് യൂസഫ് നാഗി പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ വികസന പദ്ധതികളാണ് സൗദി അറേബ്യയിൽ ലുലു നടപ്പാക്കുന്നതെന്നും 15-ലേറെ സ്റ്റോറുകൾ സൗദിയിൽ ഉടൻ തുറക്കുമെന്നും ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഞങ്ങളുടെ 72ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ഡിപ്ലോമാറ്റ്സും ഒഫീഷ്യൽസും ഈ ചടങ്ങിൽ പങ്കെടുത്തു. അവർക്കൊക്കെ നന്ദി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2030 വിഷൻ അതനുസരിച്ച് മുന്നോട്ട് പോവാണ്. അത് 2030-ൽ 100 ഷോപ്പ് സൗദി അറേബ്യയിൽ തുടങ്ങാമെന്ന് ഞാൻ 4 കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ 72 എത്തി. 2030 ആകുമ്പോഴേക്കും 100-ൽ എത്തും എന്നാണ് ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ ഹാരിസ് ഇനി ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. 10,157 സ്ക്വയർ ഫീറ്റിലുള്ള ഈ സ്റ്റോറിൽ ഗ്രോസറി, പഴം, പച്ചക്കറികൾ, ബേക്കറി, മത്സ്യം, ഇറച്ചി, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും വിപുലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. പുകമഞ്ഞിൽ വലഞ്ഞ രാജ്യതലസ്ഥാനം. ദൃശ്യപരിധി കുറഞ്ഞത് വ്യോമ ട്രെയിൻ ഗതാഗത സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം വൈകി. ശൈത്യകാലം കടുത്തതോടെ ഡൽഹി പുകമഞ്ഞിൽ മൂടി. പുലർച്ചെ താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. NCR മേഖലകളിൽ ഉൾപ്പെടെ ദൃശ്യപരിധി കുറഞ്ഞു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 300-ഓളം വിമാന സർവീസുകൾ വൈകി. നഗരത്തിലുടനീളം ഗതാഗതത്തെയും ട്രെയിൻ സർവീസുകളെയും മൂടൽമഞ്ഞ് ബാധിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി 8:30 പുറപ്പെടേണ്ടിയിരുന്ന പ്രധാനമന്ത്രിയുടെ വിമാനം കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് 1 മണിക്കൂർ വൈകി 9:30 പുറപ്പെട്ടത്. വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഇൻഡിഗോയും എയർ ഇന്ത്യയും അറിയിച്ചു. രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 500 വരെ രേഖപ്പെടുത്തി. വായു മലിനീകരണം സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്നും മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നിർദ്ദേശങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാവൂവെന്നും സുപ്രീം കോടതി പറഞ്ഞു. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. പുകമഞ്ഞുകൂടി കനത്തതോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്ക് അവധി നൽകി. ക്ലാസുകൾ ഓൺലൈനാക്കണമെന്നാണ് നിർദ്ദേശം. വിനീത VG, 24, ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങൾ യോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ധാരണ. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടിയുണ്ടായെങ്കിലും ജനവിധി സർക്കാരിനെതിരില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നേടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് CPIMന്റെ വാദം. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല.
ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയും മുന്നണിക്കെതിരായ ജനവിധിയെ സ്വാധീനിച്ചതായി CPIM കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ BJP ഇതിലും വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നുവെന്നാണ് CPIMന്റെ തിയറി. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ. ന്യൂനപക്ഷ വോട്ടുകൾ എതിരായെന്ന് വിലയിരുത്താനും CPIM തയ്യാറല്ല. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലാ യോഗങ്ങൾക്ക് ശേഷം ഈ മാസം 27-നും 28-നും ചേരുന്ന സംസ്ഥാന സമിതി ഫലം വിശദമായി വിലയിരുത്തി അന്തിമ നിഗമനങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തെ ചൊല്ലി UDFൽ ഭിന്നാഭിപ്രായം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തെ തുറന്നെതിർക്കുകയാണ് ജോസഫ് വിഭാഗം. അതേസമയം മുന്നണി വിപുലീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ജോസ് കെ മാണിയെയും പാർട്ടിയെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇക്കാലം അത്രയും UDFൽ ഉന്നയിച്ച വിമർശനം ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമാക്കി. KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. ഇപ്പൊ ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പൊ UDFനുണ്ടോ? അതേസമയം ഘടകകക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം UDF ചർച്ച ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. വിപുലീകരിക്കപ്പെടും പലതരത്തിൽ. ആദ്യം ചിലപ്പോൾ LDFലെ ഘടകകക്ഷികളുണ്ടാവും, NDAയിലെ ഘടകകക്ഷികളുണ്ടാവും. ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും. ഇപ്പൊ തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. UDFലേക്ക് മടങ്ങിപ്പോകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം. പരസ്യ പ്രതികരണങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടതില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നു. 24 കോട്ടയം. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാൻ മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനും R ശ്രീലേഖയ്ക്കും മുൻഗണന. അടുത്ത ഞായറാഴ്ചയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് BJP നേതൃത്വത്തിന്റെ പരിഗണനയിൽ. ജയിച്ചെത്തിയ 2 സ്വതന്ത്രരെ ഒപ്പം നിർത്താൻ BJP നീക്കം നടത്തുന്നുണ്ട്. സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകി ഭരണം പിടിക്കാനുള്ള നീക്കം തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. നേമത്തുനിന്ന് വിജയിച്ച MR ഗോപന്റെ പേരും മേയർ സ്ഥാനത്ത് പരിഗണനാ പട്ടികയിൽ ഉണ്ട്. കൊച്ചി കോർപ്പറേഷൻ മേയറായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറായ P ഇന്ദിര 24നോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. പാർട്ടി എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർ വരെ ആയിട്ടുള്ളത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവരുടെ പേരുകളാണ് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. തർക്കമുള്ളതിനാൽ ടേം വ്യവസ്ഥ കൊണ്ടുവരാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ S ജയശ്രീയെയാണ് മേയർ സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുന്നത്. അതേസമയം മുൻ MLA ഡോക്ടർ R ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. CPIM-ഉം CPI-യും 2.5 വർഷം വീതം പ്രസിഡന്റ് പദം പങ്കിടും. ന്യൂസ് ഡെസ്ക് 24. ബഹ്റൈൻ ദേശീയ ദിനം നാളെ. രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 54ാമത് ദേശീയ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ. രാജ്യമൊട്ടാകെ ദേശീയ പതാകയുടെ നിറങ്ങളായ ചുവപ്പും വെള്ളയും കലർന്ന വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഡിസംബർ 16-നാണ് ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഡിസംബർ 16, 17 തീയതികളിൽ രാജ്യത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അണിയാനുള്ള ബഹ്റൈൻ പതാക നിറത്തിലുള്ള വസ്ത്രങ്ങളും തൊപ്പികളും വിവിധ പ്രായക്കാർക്കുള്ള വിവിധ തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വിപണിയിൽ തയ്യാറാണ്. പവിഴ ത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ പ്രശസ്തമായ ഈ ദ്വീപ സമൂഹം ഇന്ന് ഭരണാധികാരികളുടെ ഉജ്ജ്വല നേതൃത്വത്തിന് കീഴിൽ ലോകത്തെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന വിധത്തിൽ അത്ഭുതകരമായ പുരോഗതിയാണ് നേടിയിരിക്കുന്നത്. ഇക്കണോമിക് വിഷൻ 2030 ആവിഷ്കരിച്ചുകൊണ്ട് വികസനത്തിന്റെ പുതിയ ഭൂമികകളിലേക്ക് കുതിക്കുകയാണ് രാജ്യം. നാളെ സാഖീർ പാലസിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ഹമദ് രാജാവ് പങ്കെടുക്കും. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ
ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ചടങ്ങിൽ പങ്കെടുക്കും. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ബഹ്റൈനിലെ വിവിധ പ്രവാസി സംഘടനകളും ദേശീയ ദിനാഘോഷവുമായി സജീവമായി രംഗത്തുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 16 സഖീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. പ്രവേശനം സൗജന്യമായ പരിപാടിയിൽ പൊതുജനങ്ങൾ നേരത്തെ എത്തിച്ചേരണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 24 ബഹ്റൈൻ. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം തമന്ന ഭാട്ടിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 4ാമത്തെ ഷോറൂമാണ് ഇത്. ട്രെൻഡി ഡിസൈനുകൾ, ആഭരണങ്ങളുടെ മേക്കിങ്ങിലെ പുതുമ, ഉയർന്ന ഷോപ്പിംഗ് അനുഭവം. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നിഷ്ക മൊമെന്റ്സ് ജ്വല്ലേഴ്സ് ഇനി അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിലും. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം തമന്ന ഭാട്ടിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ മറക്കാനാകാത്ത ആഘോഷങ്ങളാക്കുക എന്ന ആശയമാണ് നിഷ്ക ജ്വല്ലേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. വിലയിലും സർവീസിലും സുതാര്യത പുലർത്തുന്ന നിഷ്ക ജ്വല്ലേഴ്സ് അന്താരാഷ്ട്ര ജ്വല്ലറി ബ്രാൻഡായി മാറുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പിലാണ്. ഗ്രാൻഡ് ലോഞ്ചിന്റെ ഭാഗമായി ജനുവരി 29 വരെ ലക്കി ഡ്രോ കോൺടെസ്റ്റിലൂടെ 2 G-Tour T1 SUVയും മറ്റനേകം സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസിൻ CM, മാനേജിംഗ് ഡയറക്ടർ റിസ്വാൻ ഷിരാസ് CM, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോഷൻ ഫവാസ് CM, കോ ചെയർമാൻ VA ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആരെന്ന ചോദ്യം ഉന്നയിച്ചു കോടതി. ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം. സംഭവം നടക്കുന്നതിന് മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഈ സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാഡം കൊട്ടേഷൻ തന്നു. ഈ മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല. കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും. 10 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. 24 കൊച്ചി. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. 2ാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം സർക്കാരിന്റെ ഹർജി പരിഗണിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് NIA. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പാക് ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശിക്കുന്ന കുറ്റപത്രത്തിൽ 7 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ജമ്മു കാശ്മീർ പ്രത്യേക കോടതിയിലാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. പെഹൽഗാം ഭീകരാക്രമണം നടന്ന് 8 മാസത്തിനു ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. 1597 പേജുള്ള കുറ്റപത്രത്തിൽ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയെയും TRFനെയും പരാമർശിച്ചിട്ടുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ടാണ് മുഖ്യ സൂത്രധാരൻ. ആക്രമണത്തിന് പിന്നിൽ പാക് ഗൂഢാലോചനയെന്നും കുറ്റപത്രത്തിലുണ്ട്. ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ച ഭീകരരായ സുലൈമാൻ ഷാ, ഹംസ, ജിബ്രാൻ എന്നിവരാണ് മുഖ്യപ്രതികൾ. ഭീകരർക്ക് വേണ്ട സഹായം ചെയ്തു നൽകിയവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾ ഉൾപ്പെടെ 2000-ഓളം പേരെയാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത്. പ്രതികളുടെ പങ്ക്, തെളിവുകൾ എന്നിവയും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. വിനോദസഞ്ചാരികളടക്കം 26 പേരാണ്
പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 24 ഡൽഹി. 93 രൂപയുടെ കടം 50 വർഷത്തിനു ശേഷം വീട്ടിയ ഒരു മനുഷ്യന്റെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മലപ്പുറം വെള്ളിമുക്ക് സ്വദേശി CP അബ്ദുള്ളയാണ് 800 കിലോമീറ്റർ താണ്ടി ആന്ധ്രാപ്രദേശിലെത്തി തന്റെ പഴയ കടം വീട്ടിയത്. ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്ന് അബ്ദുള്ള പറയുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള ആന്ധ്രാപ്രദേശിൽ ഹോട്ടൽ നടത്തിയിരുന്നു. അക്കാലത്ത് പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ വകയിൽ 93 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അബ്ദുള്ള ഹോട്ടൽ വ്യാപാരം നിർത്തി ഇപ്പോൾ മറ്റൊരു മേഖലയിലാണ്. അന്നത്തെ ബുദ്ധിമുട്ട് കാരണം കടം തീർക്കാൻ കഴിഞ്ഞില്ല. 93 രൂപയുടെ ഭാരം പേറിയാണ് അബ്ദുള്ള ഇത്ര കാലം ജീവിച്ചത്. ഇക്കാലയളവിനിടെ പണം കൊടുത്തയാളെ കണ്ടെത്താൻ നിരവധി പേരെ ചുമതലപ്പെടുത്തി. എങ്കിലും നടന്നില്ല. ഒടുവിൽ കടം വീട്ടാനായി കിലോമീറ്റർ താണ്ടി അബ്ദുള്ള ആന്ധ്രയിലെത്തി. കടം വന്നാൽ അന്ന് കൊടുക്കാനും ചെയ്യുന്നത് തൽക്കാലം കടം വാങ്ങും, പിന്നെ കൊടുക്കുകയും ചെയ്യും. പിന്നെ തൽക്കാലം ഹോട്ടലൊക്കെ ഹോട്ടലിൽ പൂട്ടിപ്പോൾ ഇത് കൊടുക്കണം ഇല്ലാത്ത അവസ്ഥയിൽ വന്നു. അപ്പോൾ ചെയ്തതാണ്. 16.5 കിലോൻ്റെ ഡാൾഡ വാങ്ങിയതിന് അത് 93 രൂപയിൽ വേലുള്ളൂ. അത് ശരിക്കും ഓർമ്മ ഉണ്ട്. അപ്പം ഇന്നത്തെ മൂല്യം എത്രയെന്ന് 2000 അടുത്തെന്തോ വരുന്നുണ്ട്. കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. വാങ്ങാൻ കൂട്ടിച്ചില്ല, വേണ്ട ഞങ്ങൾക്ക് വന്ന വഴി സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ഞങ്ങളിതിനായിട്ട് വന്നാൽ അതുകൊണ്ട് എന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ വാങ്ങി. ഇബ്രാഹിം മിയ എന്ന ആൾക്കാണ് പണം കൊടുക്കാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചിരുന്നു. ഒടുവിൽ പേരമക്കളെ കണ്ടെത്തിയാണ് 93 രൂപയ്ക്ക് തുല്യമായ തുക നൽകിയത്. കഷ്ടപ്പാടിനിടയിൽ കൊടുക്കാൻ കഴിയാതെ പോയ ആ ചെറിയ കടം അബ്ദുള്ളയ്ക്ക് ഉറക്കം കെടുത്തുന്ന വലിയ കടമായി മാറിയിരുന്നുവെന്ന് ഭാര്യ പറയുന്നു. പറയലുണ്ട്, ഇങ്ങനെ കുറച്ച് കൊടുക്കാനുണ്ട്, അധികമൊന്നുമില്ല, എങ്ങനെ അത് കൊടുത്ത് വീട്ടുക അക്കാര്യം ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയും. പിന്നെ എന്തെങ്കിലും ഒരു സുഖമില്ലാതെ ആകുമ്പോൾ കൂടുതൽ പറച്ചിലിട്ടാവേ. 50 വർഷത്തെ ഭാരം ഇറക്കി വെച്ചതോടെ മുഖത്ത് തെളിഞ്ഞ ആ പുഞ്ചിരി പണത്തേക്കാൾ എത്രയോ വലുതാണെന്ന് അബ്ദുള്ള പറയുന്നു. സമീർ ബിൻ കരീം, 24 തിരൂർ. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ഗൾഫ് ടുഡേയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.